അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ശബ്ദ കോലാഹലങ്ങൾക്കിടയിലാണ് ഇന്ന് നാം നേരം പുലർന്നത്. യഥാർത്ഥത്തിൽ ബദരീങ്ങളെ സ്നേഹിക്കാത്ത ഒരു വിശ്വാസിയും ഉണ്ടാവുകയില്ല, അങ്ങനെ ഉള്ളവൻ വിശ്വാസിയാവുകയുമില്ല. പക്ഷെ എങ്ങനെയാണ് ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത്? ഇന്ന് ബദറും ബദരീങ്ങളുമൊക്കെ പേരു പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി നേർച്ച നേരുന്ന, അവരുടെ പേരിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന, അവരുടെ പേരിൽ സത്യം ചെയ്യുന്ന, ജീവിതത്തിലെ ഏതു പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമെല്ലാം അവർ അത്താണിയാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് സമൂഹത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും ഉള്ളത്. യഥാർത്ഥത്തിലോ അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ എന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവന്റെ പേരിൽ മാത്രമേ നേർച്ചയും വഴിപാടുകളും സമർപ്പിക്കാവൂ എന്നും അവന്റെ പേരിൽ മാത്രമേ ബലിയർപ്പിക്കാവൂ എന്നുമുള്ള ആശയം സംരക്ഷിക്കുവാനാണല്ലോ റമദാനിൽ പട്ടിണിയായി നോമ്പുകാരായിക്കൊണ്ട് ആയുധങ്ങൾ പോലുമില്ലാതെ ബദരീങ്ങൾ റബ്ബിൽ തവക്കുലാക്കി ബദറിലേക്ക് ഇറങ്ങിയതും യുദ്ധം ചെയ്തതും അവരെ പലരും ഷഹീദായതും. പക്ഷെ അതിൽ നിന്നും മാറി ഇന്ന് ആ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മാലകളിൽ, മൗലിദുകളിൽ, റാത്തീബുകളിൽ എല്ലാം ഉൾക്കൊള്ളുന്നത് ബദരീങ്ങളോടുള്ള തേട്ടങ്ങളാണ്. ഉദാഹരണമായി ഇത്തരമൊരു മാലയിൽ, ഒരു മൗലിദിൽ പഠിപ്പിക്കുന്ന ആശയത്തിൽ കാണാം: ഏറെ മികന്തുള്ള ഫേറ്റ് വരുത്തത്തിൽ ഇന്ദർ സ്വഹാബികൾ ഫെരീനെ ചൊല്ലുകിൽ കുറി മുടിയും മുനം ഫള്ള തന്നീന്ന് കുട്ടി ഫിറക്കലിൻ ഇല്ലാ ശക്കെന്നോവർ എന്നാണ്. അഥവാ പ്രയാസകരമായ പ്രസവവേദനയിൽ ബദരീങ്ങളുടെ പേരങ്ങ് ചൊല്ലിയാൽ തന്നെ ചൊല്ലിത്തീരും മുമ്പ് കുട്ടി പിറക്കും, സംശയം വേണ്ട എന്നാണ് ആ വരിയുടെ ആശയം. തടയിൽ മരീലോജിൻ ശൈത്താൻ ചതിയാലോ ദേഹം വലഞ്ഞോനെ പേരിനെ ചൊല്ലുകിൽ തീരും മുനമേ ഷിഫയാകുമെന്നോവർ എന്ന് അപ്പുറത്ത് വീണ്ടും പഠിപ്പിക്കുന്നു. അഥവാ ശാരീരികമായ പ്രയാസങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ, ഏതുതരം രോഗമാണെങ്കിലും അവിടെയൊക്കെ ബദരീങ്ങളെ പേരു പറഞ്ഞാൽ മതി, ചൊല്ലിത്തീരും മുമ്പേ ആ രോഗം ശിഫയാകുമെന്നാണ്. അതുപോലെ കടം കൊണ്ട് വലഞ്ഞ ആളെപ്പറ്റിയും ഇതിൽ കാണാം: അസ്മാ ഉരുത്താൽ കടം വീടുമെന്നോവർ. ബദരീങ്ങളെ പേരങ്ങ് ചൊല്ലിയാൽ തന്നെ കടം വീടുമെന്നാണ് പഠിപ്പിക്കുന്നത്. ഇത് വിശ്വസിച്ചുകൊണ്ട് പല ആളുകളും തങ്ങളുടെ വീടിന് മുമ്പിൽ ബദരീങ്ങളെ പേര് ഫ്രെയിം ചെയ്ത് തൂക്കിയത് കാണാൻ കഴിയും. ആ പേരങ്ങ് തൂക്കിവെച്ചാൽ വീടിന് കാവലായി ബദരീങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കടകളിൽ, വാഹനങ്ങളിൽ ഈ പേര് തൂക്കിവെച്ചാൽ അത് ബറക്കത്തിനുള്ള കാരണമായി എന്നാണ് വിശ്വസിക്കുന്നത്. ബദർ മൗലീദിൽ അത്തരം ചില കഥകളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആളുകളുടെ ശല്യങ്ങളിൽ നിന്ന്, മോഷ്ടാക്കളുടെ ശല്യങ്ങളിൽ നിന്നൊക്കെ ബദരീങ്ങളെ പേരു പറഞ്ഞപ്പോൾ അവർ ഓടിയെത്തി സഹായിച്ച അടിസ്ഥാനമില്ലാത്ത കഥകളാണ് അവയിലെല്ലാം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ദിവസത്തിൽ മിക്കവാറും പള്ളികളിൽ ബദരീങ്ങളെ പേരിൽ ധാരാളം മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നു. അതിന്റെ മാംസം വീടുവിടാന്തരം വിതരണം ചെയ്യുന്നു. അവരുടെ പേരിൽ ഇത്തരം പദ്യങ്ങളും ഗദ്യങ്ങളുമൊക്കെ ആലപിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പള്ളികളിൽ വെച്ച് പടച്ചവന്റെ പടപ്പുകളായ ബദരീങ്ങളെ വിളിച്ചു തേടുന്ന വേദനാജനകമായ കാഴ്ചകളാണ് നാം ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബദറിൽ പങ്കെടുത്ത 300 ചില്ലാനം ആളുകളിൽ 151 ബദരീങ്ങൾ വ്യത്യസ്തമായ യുദ്ധങ്ങളിൽ പിന്നീട് ശത്രുക്കളുടെ വെട്ടേറ്റ് ഷഹീദായവരാണ് എന്ന് കാണാൻ കഴിയും. ബദറിൽ പങ്കെടുത്ത പലരും ഉഹദിൽ പങ്കെടുക്കുകയും ആ ഉഹദിൽ ഷഹീദാവുകയും ചെയ്തു. എത്രത്തോളം എന്ന് വെച്ചാൽ പല ബദരീങ്ങളും വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ മരണപ്പെട്ടവരുണ്ട്. സ്വഹാബികളിൽ, ബദരീങ്ങളിൽ ഒന്നാമനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് സഹിച്ചത്. പട്ടിണി കൊണ്ട് പ്രയാസപ്പെട്ട് സഹിക്കവയ്യാതെ പുറത്തിറങ്ങിയ ചരിത്രങ്ങൾ എമ്പാടുമുണ്ട്. ഒന്നാം ഖലീഫ, ബദരീങ്ങൾ രണ്ടാമനായ അബൂബക്കർ സിദ്ദീഖ് വസ്ത്രമുടുത്താൽ പോലും ആ വസ്ത്രം മര്യാദക്ക് നിൽക്കാതെ താഴോട്ട് ഇറങ്ങിയിരുന്നു പട്ടിണി കാരണമെന്നാണല്ലോ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. ബദരീങ്ങളിൽ മൂന്നാമനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ വെട്ടേറ്റാണ് വഫാത്താകുന്നത്. നാലാമനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കൾ വീട് വളഞ്ഞ് വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് അദ്ദേഹത്തെ കൊല ചെയ്യുന്നത്. അഞ്ചാമനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ മാറി നിന്ന ശത്രു കുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. ആറാമനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്ലേഗ് രോഗം ബാധിച്ചിട്ടാണ് മരണപ്പെടുന്നത്. പക്ഷെ നമ്മുടെ പാട്ടിൽ പഠിപ്പിച്ചതോ ഈ വക എല്ലാ രോഗങ്ങൾക്കും അവരെ പേരു പറഞ്ഞാൽ മതി എന്നാണ്. പ്ലേഗ്, ത്വാഊന് അടക്കമുള്ള ദണ്ണം, വബാ, സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളാൽ ബറക്കത്തിനാൽ ഷിഫയാക്കണേ യാ റബ്ബന. വബാ, പ്ലേഗ്, വസൂരടക്കമുള്ള എല്ലാ രോഗങ്ങളും അവരെ പേരുകൊണ്ട് ഷിഫയാക്കണേ എന്നാണ് ഈ മാലപ്പാട്ടുകളിൽ, മൗലിദുകളിൽ എല്ലാം പാടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ബദരീങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇത്തരം പദ്യങ്ങളെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ബദരീങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇത്തരം പദ്യഗദ്യങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത്. ബദരീങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരുടെ പേരിൽ നേർച്ചയും വഴിപാടും സമർപ്പിച്ച് ശിർക്ക് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ബദരീങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ പേരിൽ അന്യായമായി മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത ഇത്തരം ആചാരങ്ങളുമായി മാറി നിൽക്കുകയാണ് വേണ്ടത്. ബദരീങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരുടെ പേരിൽ അർപ്പിക്കപ്പെട്ട ഈ ബലിമാംസങ്ങളെ ഭക്ഷിക്കാതെ ബദരീങ്ങളെ ആദർശത്തെ സ്വീകരിച്ചുകൊണ്ട് ബദരീങ്ങളെ സ്നേഹിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ കേവലമായ കാട്ടിക്കൂട്ടൽ കൊണ്ട് മാത്രം ബദരീങ്ങളെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറുകയില്ല. ഈ ബദർ ദിനത്തിൽ
ബദറിന്റെ സ്മരണകൾ നാടെങ്ങും മുഴങ്ങുമ്പോൾ ബദരീങ്ങളുടെ ആദർശത്തെ പഠിക്കുവാനും ആ ആദർശം ജീവിതത്തിൽ പാലിക്കുവാനും ബദരീങ്ങളുടെ മാതൃകയായി സ്വീകരിക്കുവാനും ശരിയാവണ്ണം ബദരീങ്ങളെ സ്നേഹിക്കുന്ന അവരുടെ പിൻഗാമികളായി മാറാനും നമുക്ക് പരിശ്രമിക്കാം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.